അതിനോട് പലരും ചോദിക്കാറുണ്ട്, സാറേ മന്ത്രിയാവാത്ത കഷ്ടമായി പോയി, മന്ത്രിയാവാത്ത നന്നായി പോയി എന്ന് ഇന്നും തന്നെയുള്ള പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നെങ്കിൽ ഈ ദുരിതം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പിടിച്ച പുലിവാലാണ് ഇന്നലെ നടന്ന ദേശീയ പണിമുടക്ക്. പണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, മന്ത്രി ആയില്ലല്ലോ, നല്ലത് ദൈവം വരുത്തിയല്ലോ എന്നൊക്കെ. ഇന്നലെ KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. KSRTC ജീവനക്കാർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകില്ലെന്നും പറഞ്ഞ് നാട്ടുകാരെയും അദ്ദേഹം പറ്റിച്ചു. അതായത് KSRTCക്ക് കിട്ടിയ പണിക്ക് പുറമെ ജനങ്ങളെയും മൂപ്പര് പറ്റിച്ചു. ഇന്നലെ നടന്ന ദേശീയ പണിമുടക്ക് CITU ഭരണം നമ്മുടേതാണെന്ന് മറന്നങ്ങ് വിളയാടി. ഇപ്പോഴും മന്ത്രിയെക്കുറിച്ച് ആർക്കും ഒരു വിരോധമില്ല. കാരണം മറ്റൊന്നുമല്ല, പണി പിന്നാലെ കൊടുക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കൊല്ലത്ത് നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയ KSRTC ബസ് കണ്ടക്ടർ ശ്രീകാന്തിനെ പണിമുടക്ക് ദിവസം സർവീസ് നടത്തിയതിന് ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ബസ്സിന് മുന്നിൽ കിടന്നും അവർ പ്രതിഷേധിച്ചു. കൂടാതെ ബസ് ഡ്രൈവറെ ഹെൽമറ്റ് ഇട്ട് ഡ്രൈവ് ചെയ്യാനും ഇന്നലത്തെ ദേശീയ പണിമുടക്ക് സഹായിച്ചു. അങ്ങനെ KSRTC ഫുൾ പവറിലായിരുന്നു ഇന്നലെ. ഇന്ന് പണിയെടുക്കാൻ പാടില്ല, 5 മാസം പ്രചാരണം നടത്തിയാണ് പണിമുടക്ക് നടന്നത്. KSRTCയിലെ തൊഴിലാളി സംഘടനകൾ നോട്ടീസ് നൽകേണ്ടത് മന്ത്രിക്കല്ല CMDക്കാണെന്നും ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളി അനുകൂല നിലപാടാണെന്നും കൂടുതൽ വിവാദത്തിന് നിൽക്കാതെ ഇത്തരം വിഷയങ്ങൾ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. അതായത് ഗണേഷ് കുമാറിന് നല്ല ഒരു പണി വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞത് LDF കൺവീനർ കൂടിയായ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണനാണ്. KSRTCയും പണ്ട് കയ്യിലുള്ളപ്പോൾ പുലിയായി നടന്ന ആളാണ് ഇന്ന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട എന്ന അവസ്ഥയിലാണ് ഗണേഷ് കുമാർ. അന്ന് ആശ്വാസത്തിലും കുറച്ച് വിഷമത്തിലും പറഞ്ഞതെല്ലാം ഇന്ന് അറം പറ്റിപ്പോയി. പാവം. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, സാറേ മന്ത്രിയാവാത്ത കഷ്ടമായി പോയി, മന്ത്രിയാവാത്ത നന്നായി പോയി എന്ന് ഇന്നും തന്നെയുള്ള പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നെങ്കിൽ ഈ ദുരിതം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ. അപ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു അല്ലേ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലൊരു പുച്ഛം, പിന്നെ ഇയാളെ കൂടെ ഇനി ദൈവം, എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഇന്നത്തെ പത്രം വായിച്ചോ മനസ്സിലായില്ലേ. സ്വിഫ്റ്റ് അവിടെ ഇടിക്കുന്നു ഇവിടെ ഇടിക്കുന്നതിനെല്ലാം ഞാൻ ഉത്തരം പറയേണ്ടി വന്നേനെ. ഏതാ ഇതിനെല്ലാം ഞാൻ ശമ്പളം കൊടുത്തില്ല KSRTC ജീവനക്കാർക്ക്, അതിനും ഞാൻ ഉത്തരം പറയേണ്ടി വന്നേനെ. എന്നെ ദൈവം രക്ഷിച്ചു, എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് പറയുമ്പം ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പോൾ വിശ്വസിച്ചല്ലോ, ഇപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾക്കെല്ലാം വിഷമം ഉണ്ടായിരുന്നു, നമ്മളെ MLA മന്ത്രിയാക്കിയില്ലല്ലോ എന്ന്. വളരെ നന്നായി എന്നിപ്പോൾ മനസ്സിലായില്ലേ. ഇതാണ് എല്ലാം ദൈവം നല്ലതിന് വേണ്ടിയേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ വിഷമം അങ്ങ് മാറിയല്ല ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പം നന്നായില്ലേ. ഞാൻ എന്തുമാത്രം ദുരിതം അനുഭവിക്കേണ്ടി വന്നേ. ഞാൻ KSRTC ഗുണം ചെയ്തു തരാമെന്ന് ഹരിദാസ് ചേട്ടൻ അനൗൺസ് ചെയ്തപ്പോഴേ പറഞ്ഞു. ആ ചേട്ടൻ തന്നെ നാളെ അതിൻ്റെ ശേഷക്രിയ നടത്തിയതും ഇയാൾ തന്നെയാണെന്ന് പറയാനിട വന്നില്ലല്ലോ എന്ന ഗുരുവിൻ്റെ അനുഗ്രഹം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതാ ഇന്ന് മനസ്സിലാക്കിയാൽ ഇന്നത്തെ TVയും പത്രമൊക്കെ വായിച്ചാൽ നന്നായി, നമ്മളാൾ രക്ഷപ്പെട്ടല്ലോ എന്ന് നിങ്ങൾക്കെല്ലാം എന്നെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്കും ഒക്കെ സന്തോഷം വരും. ഞാൻ അതിനേക്കാളും വലിയ സന്തോഷത്തിരിക്കുക. എന്തുമായിരുന്നത് രക്ഷപ്പെട്ടു പോയല്ലോ എന്നുള്ളതാണ്. ഈ ചേട്ടൻ്റെ വാഗോണ്ട് തന്നെ പറഞ്ഞു, ആ KSRTCയുടെ അവസാനം കുറിച്ചാ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞില്ലല്ലോ. അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു എന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്.